വീണ തൈക്കണ്ടിലിനെതിരായ എക്സാലോജിക് CMRL കേസിൽ പ്രഥമദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമെന്ന് കോടതി. SFIO റിപ്പോർട്ട് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി സ്വീകരിച്ചു. എന്നാൽ CPIM നേതൃത്വത്തിൽ നിന്ന് വിഭിന്നമായി വീണയെ പ്രതിരോധിക്കാൻ CPI തയ്യാറായില്ല. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസിൽ SFIO പിന്നിട്ടത് നിർണായക ഘട്ടം. എക്സാലോജിക് CMRL കേസിൽ SFIO സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി അംഗീകരിച്ചു. പ്രതികൾക്കെതിരായ കുറ്റങ്ങൾ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കും എന്ന വിലയിരുത്തലോടെയാണ് നടപടി. വിചാരണാ നടപടികളുടെ ഭാഗമായി പ്രതികൾക്ക് ഉടൻ കോടതി നോട്ടീസ് അയക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും എക്സാലോജിക് കമ്പനി ഉടമയുമായ വീണ തൈക്കണ്ടിയിൽ, CMRL കമ്പനിയുടെ പ്രധാന ഉദ്യോഗസ്ഥർ എന്നിവരാണ് പ്രതികൾ. വീണ തൈക്കണ്ടിലിനെതിരെ കമ്പനി നിയമം അനുസരിച്ച് 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് റിപ്പോർട്ട്. സേവനം നൽകാതെ വീണ തൈക്കണ്ടിയിൽ 2.7 കോടി രൂപ കൈപ്പറ്റിയെന്നും രാഷ്ട്രീയ നേതാക്കൾക്ക് CMRL 182 കോടി രൂപ കോഴയായി നൽകിയെന്നുമാണ് SFIO കണ്ടെത്തൽ. എന്നാൽ ഈ കേസിനോട് വ്യത്യസ്ത സ്വരത്തിലാണ് CPIയുടെയും CPIMന്റെയും സംസ്ഥാന സെക്രട്ടറിമാർ ഇന്ന് പ്രതികരിച്ചത്. SFIO കേസിൽ വീണയെ പ്രതിരോധിക്കില്ലെന്നും മുഖ്യമന്ത്രിക്കെതിരായ നീക്കത്തെ ചെറുക്കുമെന്നുമാണ് ബിനോയ് വിശ്വത്തിന്റെ നിലപാട്. എക്സാലോജിക് കേസ് LDFന് എതിരെയുള്ളതല്ല, ആ കേസ് CPIക്ക് വിഷയവുമല്ല. എന്നാൽ മുഖ്യമന്ത്രിക്കെതിരെ നീക്കമുണ്ടായാൽ ചെറുക്കുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രിയുടെ നിലപാടിൻ്റെ കൂടെ നിൽക്കും. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിഷയമല്ല. അവരെല്ലാം പൗരന്മാരാണ്, പ്രായപൂർത്തിയായവർ. അവർക്കൊരു കമ്പനി ഉണ്ടാക്കാം, കമ്പനിയുടെ ഭാഗമായിട്ട് ഉടമ്പടി ഉണ്ടാക്കാം, അതൊക്കെ ചെയ്യാം. അതുമായി ബന്ധപ്പെട്ട കേസുകൾ ആ വഴിക്ക് നീങ്ങും. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രാഷ്ട്രീയമായി താല്പര്യമില്ല. അതേസമയം വീണയ്ക്കെതിരായ കേസിനെ തന്നെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുകയാണ് MV ഗോവിന്ദൻ. ഈ കേസ് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. മകൾ വഴി മുഖ്യമന്ത്രിയെയാണ് ലക്ഷ്യമിടുന്നത്. പിണറായി വിജയന്റെ മകളായതുകൊണ്ട് വീണയെ വലിച്ചിഴയ്ക്കുന്നുവെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സുതാര്യമായി 2 കമ്പനികൾ തമ്മിൽ നടന്ന ഇടപാടുകളാണ് തെറ്റായ രീതിയിൽ മുഖ്യമന്ത്രിയുടെ പേരുപയോഗിച്ച് സഖാവ് പിണറായി വിജയന്റെ മകളായി പോയി എന്നുള്ള കാരണം കൊണ്ട് അതിലേക്ക് വലിച്ചിഴക്കുന്ന രാഷ്ട്രീയ പ്രേരിതമായ നിലപാട് സ്വീകരിച്ചത്. അവിടെയാണ് മുഖ്യമന്ത്രിക്കെതിരായി രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഈ കേസിനെ രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള രാഷ്ട്രീയ ഗൂഢാലോചന അരങ്ങേറുന്നത്. ബിനീഷ് കോടിയേരിക്കെതിരായ കേസിൽ നിന്ന് വിഭിന്നമായി വീണയ്ക്കെതിരായ കേസിൽ പാർട്ടി നേരിട്ട് പ്രതിരോധത്തിന് ഇറങ്ങുന്നെന്ന് വിമർശനം നിലനിൽക്കെയാണ് ബിനോയ് വിശ്വത്തിന്റെ വാക്കുകൾക്ക് രാഷ്ട്രീയ മാനം കൈവരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.